C++ലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. 2 സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഇഫും സ്വിച്ചും. അതിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു. എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം. പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഡിജിറ്റ്സ് 1 to 5 ഇൻ വേർഡ്സ്. 1 മുതൽ 5 വരെയുള്ള ഒരു ഡിജിറ്റ് യൂസറിൽ നിന്ന് ഇൻപുട്ടായി സ്വീകരിക്കുന്നു. യൂസർ എൻ്റർ ചെയ്ത ഡിജിറ്റിന് അനുസരിച്ചുള്ള വാക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിജിറ്റ് എന്ന വേരിയബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസർ എൻ്റർ ചെയ്യുന്ന ഡിജിറ്റ് ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഡിജിറ്റ് 1 ആണോ എന്ന് നോക്കും. യൂസർ എൻ്റർ ചെയ്തത് 1 ആണ് എങ്കിൽ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഡിജിറ്റ് 2 ആണോ എന്ന് നോക്കും. ആണെങ്കിൽ 2 ഡിസ്പ്ലേ ചെയ്യും. അതും ഫോൾസ് ആണെങ്കിൽ ഡിജിറ്റ് 3 ആണോ എന്ന് നോക്കും. അതും ഫോൾസ് ആണെങ്കിൽ ഡിജിറ്റ് 4 ആണോ എന്ന് നോക്കും. അതും ഫോൾസ് ആണെങ്കിൽ ഡിജിറ്റ് 5 ആണോ എന്ന് നോക്കും. ഏത് കണ്ടീഷൻ ട്രൂ ആകുന്നുവോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. നമ്മൾ എൽസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ കണ്ടീഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട കണ്ടീഷൻസിലെല്ലാം റിലേഷണൽ ഓപ്പറേറ്റേഴ്സായ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഈക്വൽ എന്ന ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇക്വാലിറ്റി ചെക്കിംഗ്, തുല്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് നോക്കിയാൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒരു ഇൻറ്റീജർ വിലയോട് തുല്യമാണോ എന്നാണ് നോക്കുന്നത്. ഇൻറ്റീജർ ഇക്വാലിറ്റി ചെക്കിംഗ് ആണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻറ്റീജർ ഇക്വാലിറ്റി ചെക്കിംഗ് വരുന്ന കണ്ടീഷൻസാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ എൽസ് ഇഫ് ലാഡറിന് പകരം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ABCD എന്നിവയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ യൂസർ ഇൻപുട്ടായി നൽകുമ്പോൾ അതുപയോഗിച്ചുള്ള ഒരു വാക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണിത്. യൂസറിൽ നിന്നും സ്വീകരിക്കുന്ന ക്യാരക്ടർ CH എന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ CHൻ്റെ വാല്യൂ A ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ അബാക്കസ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. യൂസർ എൻ്റർ ചെയ്തത് B ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ബൂളിയൻ ഡിസ്പ്ലേ ചെയ്യും. അതും അല്ലെങ്കിൽ C ആണോ എന്ന് നോക്കും. ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതുമല്ല എങ്കിൽ D ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ഡീബഗിങ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഈ എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ എൽസിലുള്ള ഇൻവാലിഡ് ഇൻപുട്ട് എന്ന ഔട്ട്പുട്ട് ആയിരിക്കും ലഭിക്കുക. പ്രോഗ്രാം ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെയും കണ്ടീഷൻസ് ഒന്ന് നോക്കുക. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനോട് ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. ഇവിടെയും ഇക്വാലിറ്റി ചെക്കിംഗ് ആണ് നടക്കുന്നത് അല്ലേ. എന്തിനോട് തുല്യമാണോ എന്നാണ് നോക്കിയിരിക്കുന്നത്? ക്യാരക്ടർ കോൺസ്റ്റൻസ്. സിംഗിൾ കോട്ട്സിൽ എന്ത് നൽകിയാലും ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കും അല്ലേ. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് നമുക്കറിയാം ഇൻറ്റേർണലി ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ചെക്കിങ് നടക്കുന്നത് എന്താണ്? ഇൻറ്റീജർ ഇക്വാലിറ്റി ചെക്കിംഗ് തന്നെയാണ് നടക്കുന്നത്. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇൻറ്റീജർ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻസിനോട് ഈക്വൽ ആണോ എന്ന രീതിയിലുള്ള ചെക്കിങ്ങിലൂടെയാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നതെങ്കിൽ നമുക്ക് എൽസ് ഇഫ് ലാഡറിന് പകരം സ്വിച്ച് എന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. എൽസ് ഇഫ് ലാഡറിനെ പോലെ സ്വിച്ചും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നിലധികം കണ്ടീഷൻസിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഇൻറ്റീജർ ഇക്വാലിറ്റി ചെക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഈക്വൽ എന്ന ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. സിൻടാക്സ്: സ്വിച്ച് എക്സ്പ്രഷൻ, കേസ് കോൺസ്റ്റൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ബ്രേക്ക്, കേസ് കോൺസ്റ്റൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ബ്രേക്ക്, കേസ് കോൺസ്റ്റൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 ബ്രേക്ക്, എക്സെട്ര ഇങ്ങനെ എത്ര കേസ് വേണമെങ്കിലും വരാം. കേസ് കോൺസ്റ്റൻറ്റ് n-1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n-1 ബ്രേക്ക്, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ച്, കേസ്, ബ്രേക്ക്, ഡിഫോൾട്ട് ഇവയെല്ലാം കീവേഡ്സ് ആണ്. സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്തായിരിക്കും ചെയ്യുക? എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ് എന്ന് നോക്കും. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. സ്വിച്ചിനോടൊപ്പം വരുന്ന എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കേണ്ടത് ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്.
ഒരു ഇൻറ്റീജർ വാല്യൂ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ഉത്തരമായി ലഭിക്കും. ഈ എക്സ്പ്രഷന് ലഭിക്കാൻ സാധ്യതയുള്ള കോൺസ്റ്റൻ്റ് വാല്യൂസാണ് കേസിനോടൊപ്പം നൽകിയിരിക്കുന്ന കോൺസ്റ്റൻ്റ് 1, കോൺസ്റ്റൻ്റ് 2 എക്സെട്ര കോൺസ്റ്റൻ്റ് n-1. അപ്പോൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന വാല്യൂവിനെ ഓരോ കേസിനുമൊപ്പമുള്ള കോൺസ്റ്റൻ്റ് വിലകളുമായി കമ്പയർ ചെയ്ത് നോക്കും. തുല്യമാണോ ഈക്വൽ ആണോ എന്ന് മാച്ച് ചെയ്ത് നോക്കും. ഏതെങ്കിലും ഒരു കേസിലുള്ള കോൺസ്റ്റൻ്റ് വിലയുമായി തുല്യമാണ് എന്ന് കണ്ടെത്തിയാൽ ആ കേസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഒരു കോൺസ്റ്റൻ്റ് വിലയുമായും തുല്യമല്ല എങ്കിൽ ഡീഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഡീഫോൾട്ട് നമ്മൾ ഇഫ് എൽസ് ഇഫ് ലാഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എൽസ് ബ്ലോക്കിനോട് സമാനമായിട്ടാണ് ഡീഫോൾട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടീഷനും പാലിക്കുന്നില്ല എങ്കിൽ, ഒരു കോൺസ്റ്റൻ്റ് വിലയോടും തുല്യമല്ല എങ്കിൽ ഏത് എക്സിക്യൂട്ട് ചെയ്യും? ഡീഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഡീഫോൾട്ട് ഓപ്ഷണലാണ്, ഇത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഡീഫോൾട്ട് നൽകിയില്ല എങ്കിൽ, ഒരു കോൺസ്റ്റൻ്റ് വിലയോടും തുല്യം ആയില്ല എങ്കിൽ ഒന്നും ചെയ്യാതെ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരും. ഡീഫോൾട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് വിലയോടും മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഡീഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ കേസ് സ്റ്റേറ്റ്മെൻറ്റിലും ഒരു ബ്രേക്ക് കാണുന്നുണ്ടല്ലേ? എന്തിനാണ് ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്? ബ്രേക്കിൻ്റെ ഉപയോഗം നമ്മൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഈ ബ്രേക്ക് ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൺട്രോളിനെ പ്രോഗ്രാമിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പം നമ്മളൊരു ഇഫ് എൽസ് ഒക്കെ ആണെങ്കിലും ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് തനിയെ വരും അല്ലേ? സ്വിച്ചിൽ ഒരു കേസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ തനിയെ പുറത്തേക്ക് വരില്ല. ഇപ്പോൾ എക്സ്പ്രഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് 2മായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരണം അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തില്ല എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 4 എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഈ സ്വിച്ചിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്തിട്ടേ പുറത്തേക്ക് വരൂ. പ്രോഗ്രാം കൺട്രോൾ തനിയെ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരില്ല. ഓരോ കേസിലുമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ഉപയോഗിക്കാൻ നമ്മൾ വിട്ടുപോയാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവയും കൂടി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഡിജിറ്റ്സ് വേർഡ്സിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഇക്വാളിറ്റി ചെക്കിംഗ് ആണെങ്കിൽ എൽസ് ഇഫ് ലാഡറിന് പകരം സ്വിച്ച് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ സ്വിച്ചിനോടൊപ്പം വരുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? ഈ ഇക്വാലിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷനിൽ വരുന്ന വേരിയബിൾ, ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള വേരിയബിൾ ഏതാണ്? ഡിജിറ്റ്. അതായിരിക്കും സ്വിച്ചിനോടൊപ്പം വരുന്ന എക്സ്പ്രഷൻ. ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി എന്താണ്? കേസ് സ്റ്റേറ്റ്മെൻറ്റുകളാണല്ലേ? ഈ കേസ് സ്റ്റേറ്റ്മെൻറ്റുകളോടൊപ്പം വരുന്ന കോൺസ്റ്റൻ്റ് വാല്യൂസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? എക്സ്പ്രഷന് വരാൻ സാധ്യതയുള്ള വാല്യൂസ്. എക്സ്പ്രഷന് വരാൻ സാധ്യതയുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ കേസിനോടൊപ്പം ഏതൊക്കെ വാല്യൂസ് വരും? ഏതൊക്കെ കോൺസ്റ്റൻ്റ് വാല്യൂസ് വരും? കേസ് 1, പിന്നെ ഏത് കേസാണ് വരിക? കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5, കേസ് 6 ഉണ്ടോ? ഇല്ല. 5 വരെയുള്ള വാല്യൂസേ ഡിജിറ്റിന് വരുന്നുള്ളൂ അല്ലേ? അപ്പം കേസ് 5 വരെ വരും. ഇനി കേസ് 1 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകേണ്ടത്. കേസ് 1 ആണെങ്കിൽ, ഡിജിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സി ഔട്ട് 1. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത കേസ് കൊടുക്കാം അല്ലേ? അപ്പോൾ അടുത്ത കേസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് കൊടുക്കാൻ ഓർക്കണം? ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. ബ്രേക്ക് കൊടുത്താലേ ഉള്ളൂ, അഥവാ ഡിജിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരുള്ളൂ. ഇനി കേസ് 2 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് 2 ബ്രേക്ക്. കേസ് 3 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് 3 ബ്രേക്ക്. കേസ് 4 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് 4 ബ്രേക്ക്. കേസ് 5 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് 5 ബ്രേക്ക്.
സ്വിച്ചിൻ്റെ ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എൽസ് യൂസ് ചെയ്തിട്ടില്ല അല്ലേ, അതുകൊണ്ടാണ് ഡീഫോൾട്ട് ഇല്ല. ഡീഫോൾട്ട് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാൻ മറന്നുപോയാൽ എന്ത് സംഭവിച്ചേനെ? നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തില്ല എന്ന് ഓർക്കുക. ഡിജിറ്റ് 2 ആണ് യൂസർ എൻട്രി ചെയ്ത് കൊടുത്ത ഡിജിറ്റ് എങ്കിൽ എന്ത് ചെയ്യും? ഡിജിറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കും. 2 ആണ്. 2 1ഉമായിട്ട് മാച്ച് ചെയ്ത് നോക്കും, തുല്യമല്ല. 2 2ഉമായിട്ട് മാച്ച് ചെയ്ത് നോക്കും, തുല്യമാണ്. അപ്പോൾ ഈ കേസ് 2വിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. സി ഔട്ട് 2 എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 എന്ന ഔട്ട്പുട്ട് കിട്ടും. നമ്മളിവിടെ ബ്രേക്ക് യൂസ് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിക്കും? സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരും. 2 എന്ന ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരും. ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് യൂസ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? 2 ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം സി ഔട്ട് 3 ഡിസ്പ്ലേ ചെയ്യും. സി ഔട്ട് 4 ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ സ്വിച്ചിൻ്റെ ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സ്വിച്ചിൻ്റെ എൻഡ് വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തനിയെ പ്രോഗ്രാം കൺട്രോൾ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ഒരു കേസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൺട്രോളിനെ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ അടുത്ത എക്സാമ്പിൾ കൂടി ഒന്ന് സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്വിച്ചിനോടൊപ്പം ഏത് എക്സ്പ്രഷനാണ് വരുന്നത്? കണ്ടീഷനിൽ കോമൺ ആയിട്ട് വരുന്ന വേരിയബിൾ ഏതാണെന്ന് നോക്കണം അല്ലേ. ഏതാണ്? CH. അപ്പോൾ സ്വിച്ചിനോടൊപ്പം ഏതാ വരേണ്ടത്? CH. ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. കേസിൽ വരേണ്ട കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? CHന് വരാൻ സാധ്യതയുള്ള വിലകൾ ഏതൊക്കെയാണ്? A, B, C, D അല്ലേ. അപ്പോൾ ഏതൊക്കെ വരും? കേസ് A, കേസ് B, കേസ് C, കേസ് D. E ഉണ്ടോ? ഇല്ല. കേസ് എയിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്? CHൻ്റെ വില A ആണെങ്കിൽ എന്ത് ചെയ്യണം? സി ഔട്ട് അബാക്കസ്. അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം എന്ത് കൊടുക്കണം? ബ്രേക്ക് കൊടുക്കാൻ മറക്കരുത്. കേസ് B, CHൻ്റെ വില B ആണെങ്കിൽ എന്ത് ചെയ്യണം? ബൂളിയൻ എന്ന് ഡിസ്പ്ലേ ചെയ്യണം, ബ്രേക്ക്. CHൻ്റെ വില C ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് ഡിസ്പ്ലേ ചെയ്യണം, ബ്രേക്ക്. CHൻ്റെ വില D ആണെങ്കിൽ ഡീബഗിങ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം, ബ്രേക്ക്. ഇനി ഇതൊന്നും അല്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് എൽസിൽ പറയുന്നത്. അപ്പോൾ എൽസിന് പകരം ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡീഫോൾട്ട്. അതായത് CHൻ്റെ വില യൂസർ A മുതൽ D വരെയുള്ള ക്യാരക്ടേഴ്സ് അല്ല, മറ്റെന്തെങ്കിലുമാണ് കൊടുത്തതെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം? ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. സ്വിച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 2 എക്സാമ്പിൾസൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും ഇങ്ങനെ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. ഇക്വാലിറ്റി ചെക്കിംഗ്, ഇൻറ്റീജർ ഇക്വാലിറ്റി ചെക്കിംഗ് നടക്കുന്ന എൽസിഫ് ലാഡറുകളെ മാത്രമാണ് നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ C++ലുള്ള എല്ലാ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെയും നമുക്ക് വേണമെങ്കിൽ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാ എൽസിഫ് ലാഡേഴ്സും സ്വിച്ച് ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിക്കില്ല. സ്വിച്ച് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് പാലിക്കേണ്ടതുണ്ട്. ഇക്വാലിറ്റി ചെക്കിംഗ്, ഇൻറ്റീജർ ഇക്വാലിറ്റി ചെക്കിംഗ് ഉള്ള കണ്ടീഷൻസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വിച്ച് ഉപയോഗിക്കാൻ സാധിക്കുക. ആ ഇക്വാലിറ്റി ചെക്കിംഗ് നടക്കുന്ന എല്ലാ എക്സ്പ്രഷൻസിലെയും ആദ്യ ഓപ്പറാൻഡ് സെയിം വേരിയബിൾ ആയിരിക്കണം. സെക്കൻഡ് ഓപ്പറാൻഡ് ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും നമുക്ക് മുൻപ് പറഞ്ഞ 2 ഉദാഹരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇനി സ്വിച്ചിൽ ബ്രേക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, അത്യാവശ്യമാണോ, ഇങ്ങനെയൊരു ചോദ്യം നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്നതാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നുകൂടെ പറയാം. സ്വിച്ചിൽ എക്സ്പ്രഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തിട്ട് എക്സ്പ്രഷന് ലഭിക്കുന്ന വാല്യൂവിനെ ഓരോ കേസിലുമുള്ള കോൺസ്റ്റൻറ്റുമായി കമ്പയർ ചെയ്യും. ഏത് കോൺസ്റ്റൻറ്റുമായിട്ടാണോ തുല്യമാകുന്നത് ആ കേസിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്വിച്ചിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരില്ല. പകരം എന്ത് ചെയ്യും? ബാക്കിയുള്ളവ കൂടെ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊഴിവാക്കാനായിട്ട് ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെയും എൻഡിൽ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? പ്രോഗ്രാം കൺട്രോളിനെ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു കേസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് പ്രോഗ്രാം കൺട്രോളിനെ സ്വിച്ചിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റും അവസാനിക്കുമ്പോൾ ഒരു ബ്രേക്ക് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. എൽസിഫിന് പകരം സ്വിച്ച് ഉപയോഗിക്കാം, സ്വിച്ചിന് പകരം എൽസിഫ് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റുകളും ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയാണ്.
ഇവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണ്? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലുള്ള എക്സ്പ്രഷൻസിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ, ഈക്വൽ എന്ന ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ എൽസ് ഇഫ് ലാഡറിൽ എല്ലാ റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഉൾപ്പെടുന്ന എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. സ്വിച്ചിൽ എക്സ്പ്രഷൻ്റെ വാല്യൂ എപ്പോഴും ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എന്നാൽ എൽസ് ഇഫ് ലാഡറിൽ എല്ലാ റേഞ്ച് ഓഫ് വാല്യൂസും കണ്ടീഷൻ്റെ വാല്യൂ ആയിട്ട് വരാം. എക്സ്പ്രഷൻ്റെ വാല്യൂ ഒരു കേസ് സ്റ്റേറ്റ്മെൻറ്റിലുമുള്ള കോൺസ്റ്റൻ്റ് വിലയുമായി മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. എൽസ് ഇഫിൽ എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. സ്വിച്ചിൽ ഒരു കേസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരണമെങ്കിൽ ബ്രേക്ക് അത്യാവശ്യമാണ്. എന്നാൽ എൽസ് ഇഫ് ലാഡറിൽ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇഫിൽ നിന്നും പുറത്തേക്ക് വന്നുകൊള്ളും. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻസിനോട് ഈക്വൽ ആണോ എന്ന രീതിയിലുള്ള കമ്പാരിസൺസ് നടക്കുമ്പോഴാണ് സ്വിച്ച് സാധാരണ ഉപയോഗിക്കുന്നത്. എൽസ് ഇഫ് ലാഡറാണ് കൂടുതൽ ഫ്ലെക്സിബിളും കൂടുതൽ വെർസറ്റൈലും. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? സ്വിച്ചിൽ ഇക്വാലിറ്റി ചെക്കിംഗ് മാത്രമേ സാധിക്കൂ. എന്നാൽ എൽസ് ഇഫ് ലാഡറിൽ എല്ലാ വിധത്തിലുള്ള റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടുന്ന എക്സ്പ്രഷൻസും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ നൽകിയിരിക്കുന്ന എൽസ് ഇഫ് ലാഡറിനെ സ്വിച്ച് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. വേഗം ഒന്ന് എഴുതിക്കേ. സ്വിച്ചിനോടൊപ്പം ഏതാണ് എക്സ്പ്രഷനായി കൊടുക്കേണ്ടത്? എല്ലാ കണ്ടീഷനിലും വരുന്ന വേരിയബിൾ ഏതാണ്? എ. ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി എന്താ എഴുതേണ്ടത്? കേസ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് എഴുതേണ്ടത് അല്ലേ? കേസ് ഏതൊക്കെ വരും? എയ്ക്ക് വരാൻ സാധ്യതയുള്ള വിലകൾ ഏതാണ് എക്സ്പ്രഷനിൽ നോക്കുക? 1. അപ്പം കേസ് 1. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഏതാണ്? 0. കേസ് 0. എൽസിന് പകരം നമ്മൾ എന്താ എഴുതേണ്ടത്? ഡീഫോൾട്ട്. ഇനി കേസ് 1ൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്? എ എന്ന എക്സ്പ്രഷൻ്റെ വില 1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് 1. എന്തുകൂടെ കൊടുക്കണം? ബ്രേക്ക്. എയ്ക്ക് 0 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കേസ് 0ൽ എന്താണ് ചെയ്യേണ്ടത്? സി ഔട്ട് 0. ബ്രേക്ക് കൊടുക്കുക. ഡീഫോൾട്ടിൽ എന്താണ് നൽകേണ്ടത്? എ 1ഉം അല്ല 0ഉം അല്ല എങ്കിൽ നോട്ട് എ ബൈനറി ഡിജിറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. സ്വിച്ച് ക്ലോസ് ചെയ്യണം.